കഴിഞ്ഞ 155-ാമത്തെ എപ്പിസോഡിൽ റോം ഭരിച്ചിരുന്ന 138-ാമത്തെ മാർപ്പാപ്പയുടെ കാലഘട്ടമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് 156-ാമത്തെ എപ്പിസോഡിലും ആ മാർപ്പാപ്പയുടെ കാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഈ മാർപ്പാപ്പയുടെ കാലത്ത് ജീവിച്ച പ്രസിദ്ധിയായ വിശുദ്ധയാണ് അഡലെയ്ഡ് എന്ന് പറയുന്ന വിശുദ്ധ. 930 ജനിച്ച് 999 ഡിസംബർ 16-ാം തീയതി മരിച്ച വിശുദ്ധയാണ് അഡലെയ്ഡ് എന്ന് പറഞ്ഞ വിശുദ്ധ. ഈ വിശുദ്ധ ബർഗണ്ടിയിലെ രാജാവായിരുന്ന റുഡോൾഫ് മൂന്നാമൻ്റെ മകളായിട്ടാണ് ജനിച്ചത്. രാജകുമാരിയായി ജനിച്ച് എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്ന ആ രാജകുമാരിയെ 2 വയസ്സ് പ്രായമുള്ളപ്പോൾ അച്ഛൻ തൻ്റെ സുഹൃത്തും അയൽവക്കത്തെ രാജാവുമായിരുന്ന ഹ്യൂഗ് എന്ന് പറയുന്ന രാജാവിൻ്റെ മകൻ ലോത്തേറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്ന് വാക്ക് കൊടുത്തു. 2 വയസ്സുള്ള കുട്ടിയെ. ഇപ്പോഴാണെങ്കിൽ അപ്പൻ ജയിലിലായത് തന്നെ ചൈൽഡ് മാരേജ് ആക്ട് അനുസരിച്ച്. അങ്ങനെ വാക്ക് കൊടുത്ത് പെൺകുട്ടി പ്യൂബർട്ടിയിൽ എത്തിയപ്പോൾ തന്നെ 13 വയസ്സായപ്പോൾ തന്നെ അഡലെയ്ഡിനെ പ്രോവിൻസിലെ രാജാവ് ഹ്യൂഗിൻ്റെ മകൻ ലോത്തേറെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അവർ കല്യാണം കഴിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ജനിച്ചു. കുട്ടി ജനിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു എതിരാളി ഉണ്ടായിരുന്നു. എവ്രിയ എന്ന സ്ഥലത്തെ രാജാവ് ബംഗേറിയസ് എന്നാണ് അയാളുടെ പേര്. ഈ ബംഗേറിയസ് എന്തെന്നറിയാമോ? ഈ ലോത്തേറിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. വിഷം കൊടുത്ത് കൊന്നു കഴിഞ്ഞ് ഈ അഡലെയ്ഡിനോട് ആവശ്യപ്പെട്ടു, എന്നെ വിവാഹം കഴിക്കാമെന്ന് ആവശ്യപ്പെട്ടു. അഡലെയ്ഡ് പറഞ്ഞു, ഭർത്താവിനെ കൊന്ന ആളാണ്, എങ്കിലും അധികാരം ഇപ്പോൾ അയാളുടെ കയ്യിലാണ്. അവൾ പറഞ്ഞില്ല, എനിക്ക് ആലോചിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു. അവർ രക്ഷപ്പെട്ടത് വളരെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രോസസ്സിൽ അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് അഡലെയ്ഡ് ജയിലിലായി. അപ്പോൾ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതുകൊണ്ട് ദേഷ്യത്തിലാണ് രാജാവ് അവളെ ജയിലിലാക്കിയത്. വിവരം അറിഞ്ഞ് ജർമ്മൻ രാജാവ് ചക്രവർത്തി ഓട്ടോ അദ്ദേഹം സൈന്യവുമായി ഇറ്റലിയിലെത്തി അഡലെയ്ഡിനെ മോചിപ്പിച്ചു. മോചിപ്പിച്ച് അഡലെയ്ഡിനെ കൊട്ടാരത്തിൽ കൊണ്ട് താമസിപ്പിച്ചു. സുഹൃത്തായ രാജാവിൻ്റെ മകളാണ്. തൻ്റെ ശത്രുവായ ഒരു രാജാവ് കൊന്ന രാജാവിൻ്റെ ഭാര്യയാണ്. ജയിലിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ അവിടെ കൊണ്ട് താമസിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഓട്ടോ അഡലെയ്ഡിനെ ചോദിച്ചു, നീ എന്തായാലും വിധവയല്ലേ, ഒരു മകനുണ്ടല്ലോ, എന്നെ വിവാഹം കഴിക്കാമെന്ന് ചോദിച്ചു, ചക്രവർത്തി വിവാഹം കഴിക്കാമെന്ന് ചോദിച്ചു. അത് അഡലെയ്ഡ് സമ്മതിച്ചു. അങ്ങനെ അഡലെയ്ഡ് ചക്രവർത്തി വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ ഈ അഡലെയ്ഡിന് 5 മക്കളുണ്ടായി. 5 മക്കളുണ്ടായി. 973 അതായത് 62-ൽ വിവാഹം കഴിച്ച് 73 ആയപ്പോഴേക്കും 11 വർഷം കൊണ്ടാണ് 5 കുട്ടികൾ ജനിച്ചത്. പക്ഷെ 5 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോ രാജാവ് മരിച്ചു. ചെറുപ്രായത്തിലെ മരിച്ചു. ഓട്ടോ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പം മകനായ ഓട്ടോ മൂന്നാമൻ ചക്രവർത്തിയായി. ഈ ഓട്ടോ മൂന്നാമൻ്റെ അമ്മയും ഭാര്യയും ഈ അഡലെയ്ഡിനെതിരാണ്. കാരണം ഒരു ഭാര്യയും മോനും ഉള്ളപ്പോഴാണ് അഡലെയ്ഡിനെ വിവാഹം കഴിച്ചത്. 5 മക്കളുണ്ട്. ഈ മക്കളെ പിന്നീട് റൈവൽ ക്ലെമൻസായി മാറുമോ എന്നവർക്ക് ഭയമുണ്ടായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? അഡലെയ്ഡിനെ അവിടുന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോൾ അഡലെയ്ഡ് എന്ത് ചെയ്തു? നേരെ ക്ലൂണിയിലെ ആശ്രമത്തിൽ വന്നു. പ്രസിദ്ധമായ ക്ലൂണി ആശ്രമത്തിൽ വന്നു. അവിടെ വന്ന് താമസിച്ചു. ആ ക്ലൂണിയിലെ ആബട്ട് ഇടപെട്ടു. അദ്ദേഹം രാജാവിനോട് പോയി സംസാരിച്ചു. ചെയ്ത് ശരിയായില്ല, ഒരു വിധവ സ്ത്രീയല്ലേ, ചക്രവർത്തി 5 മക്കളുണ്ട്, മുൻവിവാഹത്തിലൊരു കുട്ടിയുണ്ട്, അങ്ങനെ ഒരു സ്ത്രീയെ കുട്ടികളെ കൊണ്ട് അനാഥരാക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, എന്നാൽ അവരുടെ ബാനിഷ്മെൻറ്റ് പിൻവലിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു വന്നു. അങ്ങനെ 983 ഓട്ടോ മൂന്നാമനും മരിച്ചു. 73 ഓട്ടോ രണ്ടാമൻ മരിച്ചു. അഡലെയ്ഡിനെ വിവാഹം കഴിച്ച ആൾ 10 കൊല്ലം കഴിഞ്ഞപ്പം ഓട്ടോ രണ്ടാമൻ്റെ മകൻ ഓട്ടോ മൂന്നാമനും മരിച്ചു. ഓട്ടോ മൂന്നാമൻ മരിച്ചപ്പോൾ ഈ അമ്മ തിയോഫിന അവർ റീജൻ്റായി കഴിഞ്ഞ ഉടനെ തിയോഫിനയ്ക്ക് അഡലെയ്ഡിന് ദേഷ്യമാണ്. അപ്പോൾ തിയോഫിന അഡലെയ്ഡിനെ വീണ്ടും പുറത്താക്കി. രണ്ടാമത്തെ പുറത്താക്കൽ കഴിഞ്ഞപ്പോഴേക്കും അഡലെയ്ഡ്
അവിടുന്ന് വന്ന് ഈ ആശ്രമത്തിൽ താമസിക്കുകയും തൻ്റെ ഒരുപാട് പൈസ ഉപയോഗിച്ചിട്ട് അവർ ബെനഡിക്റ്റൈൻസിന് ആശ്രമങ്ങൾ പണിയുകയും ഒരുപാട് കന്യാസ്ത്രീകളുടെ മഠങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അവർ സ്ഥാപിച്ച പ്രസിദ്ധമായ മഠമാണ് സ്ട്രാസ്ബർഗിലെ പ്രസിദ്ധമായ മഠം. ആ മഠത്തിൽ താമസിക്കുന്ന സമയത്താണ് ഈ അഡലേഡ് മരിക്കുന്നത്. ഇത്രയും സഹനം സഹിച്ചിട്ടും കർത്താവിനെ വിട്ടുപറയാനോ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ തൻ്റെ തിക്താനുഭവങ്ങൾക്ക് ദൈവത്തെ കുറ്റം പറയാനോ അഡലേഡ് തയ്യാറായില്ല. അഡലേഡ് വിശ്വാസം കാത്തുരക്ഷിക്കുകയും തനിക്ക് ലഭിച്ച ഭാരിച്ച സ്വത്തുകൾ സഭയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. ഇവിടെയാണ് അഡലേഡ് എന്ന വിശുദ്ധിയാക്കിയ സംഭവം. അങ്ങനെ ഡിസംബർ 16 അവർ മരിച്ച ദിവസം അഡലേഡിൻ്റെ വിശുദ്ധ ദിവസമായി കത്തോലിക്കാ സഭ പ്രഖ്യാപിച്ചു. അങ്ങനെ 132 മാർപ്പാപ്പ മരിച്ചപ്പോൾ 139 മാർപ്പാപ്പ സിൽവസ്റ്റർ രണ്ടാമൻ മാർപ്പാപ്പയായി. 999 മുതൽ ഭരണത്തിൽ വന്ന് 1003 വരെയാണ് സിൽവസ്റ്റർ മാർപ്പാപ്പയായിരുന്നു. വളരെ പണ്ഡിതനായ ഒരു മാർപ്പാപ്പ. ആ മാർപ്പാപ്പ 1000 ആണ്ട് തികയ്ക്കാൻ ഈശ്വരൻ നിയോഗിച്ച മാർപ്പാപ്പയായിരുന്നു. 1000 ആണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വലിയ വെപ്രാളമായിരുന്നു അന്നത്തെ ജനതയ്ക്ക്. ലോകം അവസാനിക്കുമോ, കർത്താവ് രണ്ടാം വരവ് വരുമോ എന്നൊക്കെയായിരുന്നു ജനത്തിൻ്റെ ചിന്തകൾ. പക്ഷേ ആ പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിൽ സഭയെ നയിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ആളായിരുന്നു സിൽവസ്റ്റർ രണ്ടാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പ. അദ്ദേഹം അവർണ എന്ന സ്ഥലത്ത് ഫ്രാൻസിൽ ജനിച്ച മാർപ്പാപ്പയാണ്. അദ്ദേഹം 999 ഏപ്രിൽ 2 മാർപ്പാപ്പയായി. അദ്ദേഹം ബിഷപ്പ് ഓഫ് ഹെർബർട്ട് ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തെ മാർപ്പാപ്പയാക്കിയത്. അദ്ദേഹത്തെ മാർപ്പാപ്പയാക്കിയത് ചക്രവർത്തി നേരിട്ട് ഇടപെട്ടിട്ടാണ്. ചക്രവർത്തി നേരിട്ട് എല്ലാ ബിഷപ്പ്മാരെയും വിളിച്ച് പറഞ്ഞു, സഭ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് നമുക്ക് ഇദ്ദേഹത്തെ പോലൊരാൾ ചക്രവർത്തിയായേ പറ്റൂ എന്ന് അദ്ദേഹം അഭിപ്രായം പ്രകടിപ്പിച്ചതനുസരിച്ചാണ് ബിഷപ്പ്മാരെല്ലാം കൂടെ കൂടി അദ്ദേഹത്തെ പിടിച്ച് മാർപ്പാപ്പ ആക്കിയത്. അങ്ങനെ മാർപ്പാപ്പയാക്കി അദ്ദേഹം സഭയിലെ അഴിമതി ഗണ്യമായി കുറയ്ക്കാൻ തീരുമാനിച്ചു. ബെനഡിക്റ്റൈൻ ആശ്രമം അദ്ദേഹം ആൻഡ് ഹയർ സ്റ്റഡീസ് അദ്ദേഹം സ്പെയിനിലും ഇറ്റലിയിലും ചെയ്ത വ്യക്തിയായിരുന്നു. പ്രീസ്റ്റുകളെ അദ്ദേഹം കൺട്രോൾ ചെയ്യുകയും അഴിമതി കുറയ്ക്കുകയും ചെയ്തു. ഈ സമയത്താണ് എംപറർ ചക്രവർത്തി ജർമ്മനിയിൽ നിന്ന് തലസ്ഥാനം റോമിലേക്ക് മാറ്റിയത്. മൊറോസിയ കുടുംബം കുറേ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പണ്ട് ആ കുടുംബത്തിൽ 2 മാർപ്പാപ്പമാരുണ്ടായിരുന്നു. ആ കുടുംബം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ചക്രവർത്തിക്കെതിരെയുള്ള നീക്കം, മരിച്ചുപോയ മാർപ്പാപ്പയുടെ ശവം കുഴിച്ചെടുത്ത് വിസ്തരിച്ച് ടൈബർ നദിയിൽ ഒഴുക്കി കത്തിച്ചു, ഇങ്ങനെ ഒരുപാട് സെറ്റ് ചെയ്തൊരു കുടുംബമാണ്. ആ കുടുംബം ഈ മാർപ്പാപ്പയ്ക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. അങ്ങനെ അവർ പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്ന സമയത്ത് ഈ ചക്രവർത്തി അവർക്കെതിരെ ഒരു സൈന്യത്തെ അയച്ചു കൊടുത്തു മാർപ്പാപ്പയ്ക്ക്, ഇവരെ നേരിടാനായിട്ട്. അങ്ങനെ സൈന്യം മൊറോസിയോയുടെ ആൾക്കാരുമായിട്ട് വന്നിട്ട് ടിവോളി എന്ന പട്ടണത്തിൽ വെച്ചൊരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ മൊറോസിയോയുടെ ആൾക്കാർ പരാജയപ്പെട്ടു. മാർപ്പാപ്പയുടെ സൈന്യം വിജയിച്ചു. അപ്പോൾ തിവോളി നമുക്ക് ചരിത്രത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹെറോദസ് രാജാവ് സെൻസസ് നടത്തിയപ്പോഴാണ് യേശുക്രിസ്തു ജനിച്ചതെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സെൻസസിൻ്റെ രേഖകൾ നമുക്ക് 1764 വരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 1764 തിവോളി എന്ന പട്ടണത്തിൽ നിന്ന് റോമൻ ചക്രവർത്തിമാർ നടത്തിയ സെൻസസിൻ്റെ വിവരങ്ങൾ മുഴുവൻ ലഭിച്ചത് ഖനനത്തിൽ ലഭിച്ചു. അത് വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ സെൻസസ് നടന്നിരിക്കുന്നത് BC 4-നും 5-നും ഇടയ്ക്കാണ്. സെപ്റ്റംബർ 21-നാണ് യേശുക്രിസ്തു ജനിച്ചതെന്ന് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഡിസംബർ 25-നല്ല എന്ന് മനസ്സിലായി. ആ പ്രസിദ്ധമായ തിവോളി പട്ടണത്തിൽ വെച്ചിട്ടാണ് ഈ യുദ്ധത്തിൽ മാർപ്പാപ്പയുടെ സൈന്യം വിജയിക്കുകയും മറ്റവർ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ഘട്ടത്തിലാണ് മാർപ്പാപ്പയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഓട്ടോ ചക്രവർത്തി 22-ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാർപ്പാപ്പയും മരിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആരോപണമൊന്നും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ചില ചരിത്രകാരന്മാർ പറയുന്നത് 22 വയസ്സിൽ ചക്രവർത്തിയും ഇത്ര ചെറുപ്രായത്തിൽ മാർപ്പാപ്പയും മരിക്കണമെങ്കിൽ അത് നാച്ചുറൽ കോസ് അല്ല എന്നാണ്. മൊറോസിയയുടെ കുടുംബത്തെ പരാജയപ്പെടുത്തി അവരുടെ കുടുംബത്തെ മലയാളത്തിൽ പറഞ്ഞാൽ ഒതുക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പം ഈ വത്തിക്കാനകത്തൊക്കെ മൊറോസിയോ രാജ്ഞിക്ക് ഏജൻറ്റന്മാരുണ്ട്. അവരാരെങ്കിലും ചക്രവർത്തിയും മാർപ്പാപ്പയും വിഷം കൊടുത്ത് വകവരുത്തിയതാണോ എന്ന് സംശയിക്കുന്ന
ഒരുപാട് ചരിത്രകാരന്മാരുണ്ട്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ആ സംശയം എനിക്കും ഉണ്ട്. അല്ലെങ്കിൽ 22 വയസ്സൊരു ചക്രവർത്തിയും തുടർന്ന് ദിവസങ്ങൾക്ക് മാർപ്പാപ്പയെ മരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മാർപ്പാപ്പയുടെ കാലഘട്ടം വ്ളാഡിമിർ ചക്രവർത്തി ക്രിസ്തുമതത്തിൽ ചേരുകയും റഷ്യയിൽ വൻതോതിൽ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈസ്റ്റേൺ യൂറോപ്പിനെ കംപ്ലീറ്റ് ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയൊരു കാലഘട്ടമാണ്. പക്ഷേ ക്രിസ്തുമതത്തിലോട്ട് വരുന്ന കത്തോലിക്ക സഭയിലേക്കല്ല, ഓർത്തഡോക്സ് സഭയിലേക്കാണ്. റഷ്യൻ ഓർത്തഡോക്സ്, പിന്നീട് റഷ്യൻ ഓർത്തഡോക്സ് ആയ ബൈസാനിയൻ ഓർത്തഡോക്സ് സഭയിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബൈസാനിയൻ ചക്രവർത്തി ബേസിലിൻ്റെ മകളാണ് അന്ന. അപ്പം അങ്ങനെ ഒരു വലിയ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ലോകയുദ്ധത്തിൽ നടന്ന പ്രസിദ്ധമായ ചില സംഭവങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒന്ന്, 999 ഗെർബർട്ട് ഓഫ് അക്വിറ്റൈൻ, വലിയൊരു മാത്തമറ്റീഷ്യൻ, ഇൻവെൻറ്റർ ആൻഡ് ഗ്രേറ്റ് തിങ്കർ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് സിൽവസ്റ്റർ മാർപ്പാപ്പ. സഭാകാര്യത്തിൽ വളരെ പ്രസിദ്ധനാണ്. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹത്തെപ്പറ്റി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഗെർബർട്ട് ഓഫ് അക്വിറ്റൈൻ, മാത്തമറ്റീഷ്യൻ, ഇൻവെൻറ്റർ ആൻഡ് ഗ്രേറ്റ് തിങ്കർ. ഇത്രയും ക്വാളിഫിക്കേഷൻ പണ്ഡിതന്മാർ കൊടുത്ത ഒരു ബിഷപ്പ് മാർപ്പാപ്പയായി എന്നുള്ളത് കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന ഒന്നാണ്. AD 1000 ഈതൽറെഡ് രണ്ടാമൻ കംബർലാൻഡ് ആക്രമിക്കുകയും ആഞ്ചൽസി പിടിച്ചെടുക്കുകയും ചെയ്തു എന്ന സംഭവം. AD 1000 വൈക്കിങ്ങുകൾ നോർമണ്ടി റെയ്ഡ് ചെയ്തു. അവർ അവിടെ പിടിച്ചെടുക്കുക, അവിടെ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് ഒരു 64 വർഷം കഴിഞ്ഞപ്പോഴേക്കും വില്യം ഓഫ് നോർമണ്ടി ഇംഗ്ലണ്ട് പിടിച്ചിറക്കി. അങ്ങനെ വലിയ ഒരു സെറ്റിൽമെൻറ്റും ചരിത്രം മാറ്റിക്കൊടുത്ത സംഭവമാണ് അവിടെ ഉണ്ടായത്. AD 1000 ഒലാഫ് ഓഫ് നോർവേ ഡിഫീറ്റഡ് ആൻഡ് കിൽഡ് ബൈ സ്വൈൻ ഓഫ് ഡെൻമാർക്ക്. ഒലാഫും സ്വൈനും അങ്ങോട്ടും ഇങ്ങോട്ടും SWEYN തമ്മിൽ തർക്കമായിരുന്നു. പക്ഷേ നേരിട്ടൊരു യുദ്ധത്തിൽ വന്നു. ആ യുദ്ധത്തിൽ സ്പെയിനിൻ്റെ പട്ടാളം ഈ ഒലാഫിനെ കൊന്നു. നോർവേ, സ്വീഡൻ ആൻഡ് ഡെൻമാർക്ക് കെയിം അണ്ടർ വൺ റൂൾ. സ്കാൻഡിനേവിയൻ കൺട്രീസ് മൂന്നും നാലുമായിട്ട് വിഭജിച്ച് തന്നൊരു സ്ഥലമാണ്. പക്ഷേ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് ഒരുമിച്ച് ഒറ്റ ആളിൻ്റെ കീഴിൽ വന്നു. അതാണ് സ്വൈൻ. ഈ സ്വൈൻ അങ്ങനെ വന്നതുകൊണ്ടാണ് സ്വൈൻ പിന്നെ ഇംഗ്ലണ്ട് ആക്രമിക്കുകയും വലുതായ മാറ്റങ്ങൾക്ക് ഇടയാവുകയും ചെയ്തത്. AD 1000 തന്നെയാണ് റീനിഷ് ട്രേഡേഴ്സ് സെറ്റിൽഡ് ഇൻ ലണ്ടൻ. റീനിഷ് വർഗ്ഗക്കാരായ കുറേ കച്ചവടക്കാർ ലണ്ടനിൽ വന്ന് താമസിച്ചു. അവരവിടെ അങ്ങ് സെറ്റിൽ ചെയ്തു. അവരാണ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ അറിയപ്പെടുന്ന കൊളോൺ ഹാൻസെ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ. COLANGNE, കൊളോൺ ഹാൻസെ. ലണ്ടനിലെ വലിയ കച്ചവടക്കാരാണ്. അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉൾപ്പെടെ കമ്പനികൾ വന്നു. ലോകത്തിലെ എംപയർ ബിൽഡിങ്ങിൻ്റെ ഭാഗമായി കൊളോണിയൽ എംപയർ ഉണ്ടാക്കുന്നതിൽ ഇവർ വഹിച്ച പങ്ക് പിൽക്കാല ചരിത്രത്തിലെ പ്രസിദ്ധമായ പങ്കാണ്. കൊളോൺ ഹാൻസെ. AD 1000 ഫ്രീഷ്യൻസ് അവർ ഗ്രേറ്റ് ഡൈക്സ് ഓഫ് സീ കോസ്റ്റ് പണിഞ്ഞത്. വലിയ തിരമാല വന്നിട്ട് കരയെല്ലാം അടിച്ചെടുത്തിട്ട് പോവുകയാണ്. അത് പരിഹരിക്കാൻ വേണ്ടി ഗ്രേറ്റ് ഡൈക്സ് എന്ന് പറയപ്പെടുന്ന കുറേയേറെ കൺസ്ട്രക്ഷൻ നടത്തി. കടൽ തീരം മണ്ണിട്ട് പൊക്കി കടലിൽ നിന്ന് തന്നെ മണൽ വാരി കരക്കോട്ട് വെച്ചിട്ട് ഈ തിരമാല വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ളൊരു പരിപാടി. ഒരു പാറയിട്ടില്ല, ഒന്നും ഇട്ടില്ല. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ സീ ഇറോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കര പിടിച്ചെടുക്കുകയാണ്. ശംഖുമുഖം കടപ്പുറത്തിറങ്ങി നമ്മൾ ശംഖുമുഖത്തെ കടപ്പുറം ആസ്വദിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ചെന്നാൽ കടപ്പുറം ഇല്ല. കടൽ വന്നിട്ട് റോഡിൻ്റെ വക്കത്ത് എത്തിയിരിക്കുകയാണ്. ഈ അവസ്ഥ ഒഴിവാക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് ഈ ഫ്രീഷ്യൻസ് ഉണ്ടാക്കിയ സീ ഡൈക്സ് എന്ന് പറയുന്ന പ്രസിദ്ധമായ സംഭവം. AD 1000 സാക്സൺ സെറ്റിൽമെൻറ്റ് ഇൻ ബ്രിസ്റ്റൽ. ആംഗ്ലോ സാക്സൺസ് ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്തു. അവരോടൊക്കെ ഭരണകർത്താക്കളായി. അതിനുശേഷം അവർ ബ്രിസ്റ്റലിലോട്ട് പോയി. ബ്രിസ്റ്റൽ അവർ പിടിച്ചെടുത്തു. AD 1001 മുഹമ്മദ് ഗസ്നി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തി ജയ്പാൽ ഓഫ് കങ്കരയെ തോൽപ്പിച്ചു. ആൻഡ് പെഷവാർ അദ്ദേഹത്തിൻ്റെ ഗസ്നാവിഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായി. AD 1001 ചർച്ച് ഓഫ് സെയിൻറ്റ് മൈക്കൽ, ഹിൻഡൽസ്റ്റെയിനിലെ ചർച്ച് ഓഫ് സെയിൻറ്റ് മൈക്കൽ പണിഞ്ഞ് ഉയർത്താൻ പറ്റി ആ വർഷം. AD 1002 മാസക്കർ ഓഫ് സെയിൻറ്റ് ബ്രൈസസ് ഡേ. ഡാനിഷ് സെറ്റിലേഴ്സ് ഇംഗ്ലണ്ടിൽ വരികയും ഈതൽറെഡ് 2ൻ്റെ
നേതൃത്വത്തിൽ ദ ഗ്രേറ്റ് മാസക്കർ ആയിരക്കണക്കിന് ആളുകളെ സെയിൻറ്റ് ബ്രൈസസ് ഡേയിൽ കൊല ചെയ്തു. ഈതൽ റെഡ് കൊല ചെയ്തു. അപ്പോൾ ഡാനിഷ് സെറ്റിലേഴ്സാണ് കൂടുതൽ കൊല്ലപ്പെട്ടത്. എങ്കിൽ ഈതൽ റെഡ് ചെയ്ത ആ കൊലപാതകം ചരിത്രത്തിൽ മാപ്പർഹിക്കാത്ത ഒന്നാണ്. വിദേശികളാണ് ആക്രമിച്ച് കയറിയവരാണെന്ന് പറഞ്ഞാണ് ചെയ്തത്. AD 1002 ചർച്ച് ഓഫ് സെയിൻറ്റ് ഫ്രൈഡ്സ് വൈഡ്, പിന്നീട് ഓക്സ്ഫോർഡ് കത്തീഡ്രൽ എന്ന് പറഞ്ഞ കത്തീഡ്രൽ, അത് ഈതൽ റെഡ് വന്നിട്ട് കത്തിച്ച്. ഈതൽ റെഡ് ഈ നോർസ്മനെ കൊന്നിട്ട് കടൽപ്പുറത്ത് നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ കൊന്ന ഈതൽ റെഡ് നേരെ തിരിഞ്ഞ് ഓക്സ്ഫോർഡ് കത്തീഡ്രൽ വന്നു. ഈതൽ റെഡ് കത്തിച്ചു. അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം പുതുക്കി പണിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഓക്സ്ഫോർഡ് കത്തീഡ്രൽ അതിനുശേഷം പുതുക്കി പണിഞ്ഞ കത്തീഡ്രലാണ്. AD 1000 ഒലാഫ് ട്രിഗ്വാസൻ എന്ന് പറയുന്ന നോർവേയിലെ രാജാവ്, അദ്ദേഹം ഗ്രീൻലൻഡിനെ കൂടുതൽ പേരെ ക്രിസ്തുമതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മിഷണറീസിനെ അയച്ചു. അവർ പോയി അവിടെ ഗ്രീൻലൻഡും ഐസ്ലൻഡും ഓൾമോസ്റ്റ് ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരാൻ ആ മിഷണറി പ്രവർത്തനം അവരെ സഹായിച്ചു. ഈ സമയത്ത് പ്രസിദ്ധമായ മറ്റൊരു സംഭവമാണ് AD 1003 ഹംഗറിയിൽ നിന്ന് വലിയൊരു മിഷണറി സംഘം ട്രാൻസിൽവാനിയയിലോട്ട് പുറപ്പെട്ടു. എന്നിട്ട് അവർ ചെയ്യുന്ന അവിടുത്തെ ജനങ്ങളെ പതുക്കെ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവന്നു, ട്രാൻസിൽവാനിയയിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ക്രിസ്ത്യൻ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ്. ഈ സമയത്ത് പാട്രിയാർക്കുമാർ അലക്സാണ്ട്രിയ ഏലിയാസ് ഒന്നാമൻ 963 മുതൽ 1000 വരെ, അർസീനിയസ് 1000 മുതൽ 1010 വരെ, കോപ്റ്റിക് പോപ്പ് ഫിലോത്തിയൂസ് 970 മുതൽ 1003 വരെയാണ്. ആൻറ്റിയോക്ക് അത്തനേഷ്യസ് 4 സൽഹ്യോയോ എന്ന് പറയുന്ന പാത്രഗീസ് 986 മുതൽ 1002 വരെ ഉണ്ടായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ ലിയോ ഒന്നാമൻ ദ ഗ്രേറ്റ് ഫിലോസഫർ എന്നറിയപ്പെടുന്ന പാത്രഗീസ്, വളരെ പണ്ഡിതനായൊരു പാത്രഗീസ്, അദ്ദേഹം 997 മുതൽ 1025 വരെ പാത്രഗീസായിരുന്നു. ഈ 997 ഈ പാത്രഗീസ് വന്നത് ബേസിൽ രണ്ടാമൻ ചക്രവർത്തി ഈ പാത്രഗീസ് ഒരേ സമയം വന്നു. അപ്പോൾ അത് ഭയങ്കര ചരിത്രത്തിൽ മാറ്റം വരും. 976 വന്ന ബേസിൽ രണ്ടാമൻ ചക്രവർത്തി 1025 വരെ ഭരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകളെയാണ് 997 വ്ളാഡിമിർ കല്യാണം കഴിച്ചത്. ആ കല്യാണം കഴിച്ച സമയത്ത് ഈ പാത്രഗീസാണ് അതിൻ്റെ സൂത്രധാരത്വം വഹിക്കുകയും ആ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്തത്. ഈ പാത്രഗീസ് അതിനുശേഷം 1025 വരെ ജീവിച്ചിരുന്നു. അതായത് 2000 ആണ്ട് തൊട്ട് 2025, 1000 ആണ്ട് തൊട്ട് 1025 വരെ ചക്രവർത്തിയും പാത്രഗീസും വളരെ പ്രഗത്ഭരാണ്ടവരാണ്. ഓർത്തഡോക്സ് സഭയുടെ വളർച്ചയ്ക്ക് ഇവർ രണ്ടും കൂടെ ചെയ്ത സേവനം അത്ഭുതാവഹം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജെറുസലേമിലെ പാത്രഗീസ് തിയോക്ടിസ്റ്റസ് II 996 മുതൽ 1005 വരെയാണ്. ഈ സമയത്ത് ചക്രവർത്തി ഞാൻ നേരത്തെ പറഞ്ഞ ബേസിൽ രണ്ടാമൻ ബൾഗറാക് ടോക്പസ് 976 മുതൽ 1025 വരെ. വളരെ പ്രഗത്ഭമായ പാത്രഗീസുമാരുടെയും ചക്രവർത്തിയുടെയും വലിയ ചരിത്രം ക്രിസ്തുമതത്തിലേക്ക് ഒരു 35 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ കൊണ്ടുവന്ന അത്ഭുതമാണ് ഈ സമയത്ത് നടന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സംഭവമാണ് ഈ മില്ലീനിയൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നൊരു സംഭവം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1000 ആണ്ട് വരുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നൊരു ഭയം. യേശുക്രിസ്തു രണ്ടാം വരവിനെ പറ്റി വലിയ പ്രസംഗങ്ങളുണ്ടായി. പലരും ധരിച്ചു യേശുക്രിസ്തു വരാൻ പോവുകയാണെന്ന്. 1000 ആണ്ട് വരുമ്പോൾ ലോകം അവസാനിക്കുമെന്ന് വേറെ കുറച്ച് പേര് പുറപ്പെട്ടു. വല്ലാത്ത പ്രശ്നം. പക്ഷേ ഈ കാലഘട്ടത്തിലാണ് സഭയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭാഗ്യത്തിന് ഈ സിൽവസ്റ്റർ മാർപ്പാപ്പയെ പോലെയുള്ള സ്കോളർലി ആയ ഒരു വ്യക്തി, അദ്ദേഹം മാത്തമാറ്റീഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു 1000 ആണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, 1000 ജസ്റ്റ് ഒരു ഫിഗറാണ്, അതിനെപ്പറ്റി പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് പുതിയ രൂപവും ഭാവവും കൊടുത്തു. മനുഷ്യൻ, പണ്ഡിതനായൊരു മനുഷ്യൻ, അദ്ദേഹം പാണ്ഡിത്യം ഉപയോഗിച്ചിട്ട് വളരെ കൃത്യമായി ക്രിസ്തുമതത്തിൻ്റെ ഫിലോസഫി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്ത് സഭയെ അത്യുന്നത പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തി. ഒരുപക്ഷേ അദ്ദേഹം ആ പ്രായത്തിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഗ്രേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന നിക്കോളാസ്, ലിയോ, ഗ്രിഗറി തുടങ്ങിയ 3 മാർപ്പാപ്പമാരോടൊപ്പം സിൽവസ്റ്റർ ദ ഗ്രേറ്റ് എന്ന് വിളിക്കപ്പെട്ടതായിരുന്നു. 1003 ആണ്ടിൽ കഷ്ടിച്ച് 4 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം മരിച്ചു.
പലരും സംശയിക്കുന്ന പോലെ പോയിസണിങ് ആണെന്ന് സംശയിക്കുന്നു. അങ്ങനെ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലെ വളരെ പ്രഗത്ഭനായ ഗ്രേറ്റ് എന്ന് വിളിച്ചൊരു മാർപ്പാപ്പ ആനയായിരുന്നു. പല ചരിത്രകാരന്മാരും പറയുന്ന ഈഫ്സ് ആൻഡ് ബട്ട്സ് ഉണ്ട് ഹിസ്റ്ററിയിലെ. ഏറ്റവും വലിയ ഈഫ്സ് ആൻഡ് ബട്ട്സാണ് സിൽവസ്റ്റർ മാർപ്പാപ്പ 1025 വരെ ഭരിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന സംഭവം. അതായത് ബേസിൽ രണ്ടാമൻ ചക്രവർത്തി 1025 വരെ ജീവിച്ചിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പ്രഗത്ഭനായ പാത്രഗീസ് 1025 ജീവിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ മഹാനായ സിൽവസ്റ്റർ മാർപ്പാപ്പ തന്നെ മാർപ്പാപ്പയായിരുന്നുവെങ്കിൽ ക്രൈസ്തവ സഭയുടെ ചരിത്രം വലിയൊരു ഗതി മാറി ഒഴുകിയനെയായിരുന്നു എന്നും ഒരുപക്ഷേ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളെ പാശ്ചാത്യ കത്തോലിക്കാ സഭയുമായി യോജിപ്പിച്ച് ക്രൈസ്തവ ചരിത്രത്തിലെ അത്ഭുതം സൃഷ്ടിക്കുമായിരുന്നു എന്നുമാണ് പല ചരിത്രകാരന്മാരും പറയുന്നു. അത് ഈഫ്സ് ആൻഡ് ബട്ട്സ് ഓഫ് ഹിസ്റ്ററിയാണ്. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാതിരിക്കാം. എന്തായാലും ശരി, മഹാനായ ഈ മാർപ്പാപ്പയ്ക്കാണ് ക്രിസ്തു മതത്തെ 1000 ആണ്ട് തികച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായി സഹായിച്ചത്. മഹാനായ മാർപ്പാപ്പയുടെ ഓർമ്മയ്ക്ക് മുമ്പാകെ ഞാൻ തലകുനിക്കുന്നു.